അങ്ങനെ കുഞ്ഞിന് പനി വന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞ് 9 മാസമായിട്ട് ഇതുവരെ ഇരുന്നിട്ടില്ല, ഈ കുഞ്ഞിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ കുഞ്ഞ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ, അതാണ് ഫസ്റ്റ് അവർ കൊടുത്ത ഡയഗ്നോസിസ്. അത്യാവശ്യമായിട്ട് കുഞ്ഞിന് MRI ചെയ്യണം, ബാക്കി ടെസ്റ്റുകളെല്ലാം ചെയ്യണം, കുഞ്ഞിന് എന്തോ കാര്യമായൊരു കുഴപ്പമുണ്ട് എന്ന് ഡോക്ടേഴ്സ് കൺഫേം പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പറഞ്ഞ് ഞാൻ അവിടുന്ന് നാട്ടിലേക്ക് വന്ന് ഞങ്ങൾ എല്ലാവിധ ടെസ്റ്റുകളും ചെയ്തു. ആ വന്ന സമയത്ത് ഫസ്റ്റ് കിംസിൽ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ ഫസ്റ്റ് എനിക്ക് കിട്ടിയ ഡയഗ്നോസിസ് പെരിവെൻട്രിക്കുലർ ലൂക്കോമലേഷ്യ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അത് കിട്ടിക്കഴിഞ്ഞാലും കുഞ്ഞ് ഉടനെ അടുത്തെങ്ങും ഒരു വിധത്തിലും അവൻ്റെ മൈൽ സ്റ്റോൺസ് ഒന്നും എത്തില്ല. ആ ഒരു അത്രത്തോളം ദൂരെയുള്ള ഡയഗ്നോസിസാണ് ഫസ്റ്റ് കിട്ടിയത്. ആ സമയത്ത് ഞാനിവിടെ വന്ന സമയത്ത് വന്ന് ജോസഫസിൻ്റെ ബ്ലെസ്സിങ്ങും വാങ്ങി ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അമൃതയിൽ പോയി ടെസ്റ്റുകൾ ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് സെറിബ്രൽ പാൾസിയാണ്. കുഞ്ഞ് ഉടനെ നഴ്സുമാർ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാവും കുഞ്ഞുങ്ങൾക്ക് സെറിബ്രൽ പാൾസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഓൾറെഡി എൻ്റെ കുഞ്ഞിൻ്റെ കൈ പുറകോട്ട് തിരിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കൈ ഡിസ്റ്റോണിയാണ്, കുഞ്ഞ് ഉടനെ ഒന്നും ഇരിക്കില്ല, കുഞ്ഞ് കൈ കൊണ്ടൊന്നും സാധനങ്ങൾ എടുക്കില്ല, കുഞ്ഞ് നിൽക്കില്ല, കുഞ്ഞ് നടക്കില്ല, ഒത്തിരി കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു. എങ്കിലും ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത ധൈര്യത്തിൽ കുഞ്ഞിനെയും കൊണ്ട് പോയി ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത 10 സെഷൻ, അതായത് കൊച്ചിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റിന് പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത വിധം എൻ്റെ കുഞ്ഞോ 10ാം മാസത്തിലോ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി. 1 മാസത്തിന് ശേഷം എൻ്റെ കുഞ്ഞിരുന്നു. എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റിന് അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. കാരണം പുള്ളിക്കാരത്തിയുടെ ജീവിതത്തിൽ ഇത്രയും CP, അതായത് രണ്ടുപേരും അബുദാബിയിലെ ഡോക്ടേഴ്സാണ്. പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ഒരു ഓർത്തോ ഡോക്ടറാണ്. ആ ഡോക്ടറിനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഈ കുഞ്ഞ് എങ്ങനെ ഇരുന്നു എന്ന്. സെറിബ്രൽ പാൾസിയുള്ള കുഞ്ഞ് 1 മാസത്തിനുള്ളിൽ 10 സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ഇരുന്നു എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ആ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ജീവിതത്തിലൊരു അനുഗ്രഹമായി മാറി. ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അന്നമ്മ ജെയിംസ്. ഞാൻ വരുന്നത് അബുദാബിയിൽ നിന്നാണ്. ഞാൻ അവിടെ ഒരു നേഴ്സാണ്. ഞാൻ 24/6/2022 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുക്കാനായിട്ടുള്ള എൻ്റെ കാരണം ഈ കുഞ്ഞാണ്. അതായത് ഇവന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാം മാസം കുഞ്ഞിന് കോവിഡിനോട് ചേർന്ന് പനിയില്ലാതെ ഒരു ഫിറ്റ്സ് വന്നു. അപ്പോൾ ആ ഫിറ്റ്സ് വന്നതിന് ശേഷം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി 2 ദിവസമൊക്കെ അഡ്മിറ്റായി തിരിച്ചു വന്നു. പക്ഷേ അതിനുശേഷം എൻ്റെ കുഞ്ഞ് മൈൽ സ്റ്റോൺസ് കുറച്ച് ഡിലേഡായിട്ട് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു നേഴ്സ് ആയതുകൊണ്ട് എനിക്കത് ആദ്യമേ തന്നെ തിരിച്ചറിയാൻ സാധിച്ചെങ്കിലും പക്ഷേ വീട്ടിൽ അമ്മയോടൊക്കെ പറയുമ്പോൾ അമ്മ പറയും കുഞ്ഞുങ്ങൾ പലവിധമാണ്, സാരമില്ല, എല്ലാവരും എന്നെ വഴക്ക് പറയാൻ തുടങ്ങി. സോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സിലെ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥനയിലേക്ക് വന്നു തുടങ്ങിയതിന് ശേഷം ആദ്യമായി ചേഞ്ച് വന്നു തുടങ്ങിയത് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും എൻ്റെ ആത്മീയ ജീവിതത്തിലുമാണ്. അതായത് ഞാൻ പണ്ട് ഒത്തിരി നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. അതിനുശേഷം ഇഷ്ടമില്ലാതെയാണ് ഞാൻ നഴ്സിങ്ങിന് പോയത്. നഴ്സിങ്ങിന് പോയതോടെ ഞാൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി അങ്ങ് അകന്നു. അപ്പം ഈ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിലൂടെ ഈ ജോസഫിൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ ഇപ്പം എൻ്റെ കുഞ്ഞ് കാണുന്ന കാർട്ടൂണിൽ പോലും ജോസഫിനെക്കുറിച്ച് ജോസഫ് ബൈബിൾ തുറന്ന ജോസഫ് എല്ലാ സ്ഥലത്തും പൂർവ്വകാല ഉൽപ്പത്തിയിലെ ജോസഫിനെക്കുറിച്ചാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം എന്താണ് പറയുന്നതെന്ന് മനസ്സിലായില്ല. ഒരു തവണ നമ്മുടെ ജോസഫസിൻ്റെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ജോസഫസൻ പറഞ്ഞു, ജോസഫിൻ്റെ അടുത്ത് വിറ്റതിന് ശേഷം യാക്കോബിൻ്റെ റൂബൻ ബാക്കി എല്ലാ സഹോദരങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ ജോസഫ് സഹോദരങ്ങളോട് പറയുന്നൊരു ദൈവവചനമുണ്ട്, ഉൽപ്പത്തി 45:5. എന്നെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, കാരണം നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഇവിടേക്ക് അയച്ചതാണ്. അതെനിക്ക് തിരിച്ചറിവായി. ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ദൈവം എന്നെ ഈ നഴ്സിംഗ് പഠിക്കാൻ വിട്ടതാണ് എന്നൊരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിലുണ്ടായി. അതിനുശേഷം ഞാനിവിടെ വീട്ടിലെല്ലാവരുടെയും സജഷൻ അനുസരിച്ച് കുഞ്ഞിനെ മാമോദീസ കൊടുക്കുകയും ഇവിടെ വരികയും കൂടെ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ വന്ന് ഉടമ്പടിയും കൂടെ എടുക്കുമ്പോൾ കുഞ്ഞ് ഓക്കെ ആവും, കുഞ്ഞിനെ നാട്ടിലും വിടുവാണെങ്കിൽ കുഞ്ഞ് ഓക്കെ ആവും എന്നുള്ള എല്ലാവരുടെയും കൂടെ ഒരു ഡിസിഷൻ പ്രകാരം ഞാൻ ഇവിടേക്ക് വന്നു. ഇവിടെ വന്ന് കഴിഞ്ഞ വർഷം ജൂൺ 24 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു.
ഡയറക്റ്റ് ഉടമ്പടി എടുത്തു. പോകുന്ന 8 ദിവസത്തെ അവധിക്ക് വന്ന 8ാമത്തെ ദിവസം വന്ന് എമർജൻസി ആയിട്ട് പെട്ടെന്ന് വന്ന് ഉടമ്പടി എടുത്തിട്ട് ഓടിപ്പോകുമായിരുന്നു. അതിൽ എനിക്ക് കുഞ്ഞിന് എന്ത് കുഴപ്പമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ മാതാവിനോട് ഞാൻ വെച്ച ഒരേ ഒരു എൻ്റെ പ്രധാനപ്പെട്ട 1ാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് ഒരിക്കലും ഫിറ്റ്സ് വരരുത് അമ്മേ, എൻ്റെ കുഞ്ഞിനെ അമ്മയുടെ നീല അങ്കിൾ സംരക്ഷിക്കണം. ഇതായിരുന്നു എൻ്റെ 1ാമത്തെ ഉടമ്പടിയുടെ നിയോഗം. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിനെ നാട്ടിൽ വിട്ട് ഞാൻ തിരിച്ചു പോയതിന് ശേഷം ഡോക്ടേഴ്സ് ഇവിടെ കുഞ്ഞിന് തുടർച്ചയായി പനി വരാൻ തുടങ്ങി. അതും മാതാവിൻ്റെ ഒരു ഇടപെടലാണ് എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലായത്. അങ്ങനെ കുഞ്ഞിന് പനി വന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞ് 9 മാസമായിട്ട് ഇതുവരെ ഇരുന്നിട്ടില്ല, ഈ കുഞ്ഞിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ കുഞ്ഞ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ, അതാണ് ഫസ്റ്റ് അവർ കൊടുത്ത ഡയഗ്നോസിസ്. അത്യാവശ്യമായിട്ട് കുഞ്ഞിന് MRI ചെയ്യണം, ബാക്കി ടെസ്റ്റുകളെല്ലാം ചെയ്യണം, കുഞ്ഞിന് എന്തോ കാര്യമായൊരു കുഴപ്പമുണ്ട് എന്ന് ഡോക്ടേഴ്സ് കൺഫേം പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പറഞ്ഞ് ഞാൻ അവിടുന്ന് നാട്ടിലേക്ക് വന്ന് ഞങ്ങൾ എല്ലാവിധ ടെസ്റ്റുകളും ചെയ്തു. ആ വന്ന സമയത്ത് ഫസ്റ്റ് കിംസിൽ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ ഫസ്റ്റ് എനിക്ക് കിട്ടിയ ഡയഗ്നോസിസ് പെരി വെൻട്രിക്കുലർ ലൂക്കോമലേഷ്യ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അത് കിട്ടിക്കഴിഞ്ഞാലും കുഞ്ഞ് ഉടനെ അടുത്തെങ്ങും ഒരു വിധത്തിലും അവൻ്റെ മൈൽ സ്റ്റോൺസ് ഒന്നും എത്തില്ല. ആ ഒരു അത്രത്തോളം ദൂരമുള്ള ഡയഗ്നോസിസാണ് ഫസ്റ്റ് കിട്ടിയത്. ആ സമയത്ത് ഞാനിവിടെ വന്ന സമയത്ത് വന്ന് ജോസഫസിൻ്റെ ബ്ലെസ്സിങ്ങും വാങ്ങി ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അമൃതയിൽ പോയി ടെസ്റ്റുകൾ ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് സെറിബ്രൽ പാൾസിയാണ്. കുഞ്ഞ് ഉടനെ നഴ്സുമാർ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാവും, കുഞ്ഞുങ്ങൾക്ക് സെറിബ്രൽ പാൾസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഓൾറെഡി എൻ്റെ കുഞ്ഞിൻ്റെ കൈ പുറകോട്ട് തിരിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കൈ ഡിസ്റ്റോണിയാണ്, കുഞ്ഞ് ഉടനെ ഒന്നും ഇരിക്കില്ല, കുഞ്ഞ് കൈ കൊണ്ടൊന്നും സാധനങ്ങൾ എടുക്കില്ല, കുഞ്ഞ് നിൽക്കില്ല, കുഞ്ഞ് നടക്കില്ല, ഒത്തിരി കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു. എങ്കിലും ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത ധൈര്യത്തിൽ കുഞ്ഞിനെയും കൊണ്ട് പോയി ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത 10 സെഷൻ, അതായത് കൊച്ചിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റിന് പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത വിധം എൻ്റെ കുഞ്ഞോ 10ാം മാസത്തിലോ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി 1 മാസത്തിന് ശേഷം എൻ്റെ കുഞ്ഞിരുന്നു. എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റിന് അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. കാരണം പുള്ളിക്കാരത്തിയുടെ ജീവിതത്തിൽ ഇത്രയും CP, അതായത് രണ്ടുപേരും അബുദാബിയിലെ ഡോക്ടേഴ്സാണ്. പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ഒരു ഓർത്തോ ഡോക്ടറാണ്. ആ ഡോക്ടറിനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഈ കുഞ്ഞ് എങ്ങനെ ഇരുന്നു എന്ന്. സെറിബ്രൽ പാൾസിയുള്ള കുഞ്ഞ് 1 മാസത്തിനുള്ളിൽ 10 സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ഇരുന്നു എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ആ കുഞ്ഞ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ജീവിതത്തിലൊരു അനുഗ്രഹമായി മാറി. കൃപാസനത്തിലെ ഏറ്റവും വലിയ സാക്ഷിയായിട്ട് എൻ്റെ കുഞ്ഞ് മാറുമായിരുന്നു. അങ്ങനെ ആ ഫിസിയോതെറാപ്പിസ്റ്റ് ഇവിടേക്ക് കടന്നു വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവരുടെ ജീവിതം ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് 2-3 തവണ IELTS ട്രൈ ചെയ്തിരുന്നു. എല്ലാ തവണയും എനിക്ക് സ്പീക്കിങ് 6.5 ആയിപ്പോവും, എനിക്കറിയില്ല. അപ്പം ഞാൻ ഓർത്തു ദൈവത്തിന് എന്നെക്കുറിച്ച് ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും പോകാൻ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാൻ ഇല്ലായിരിക്കും എന്ന് കരുതി ഞാനതങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. എനിവേ അബുദാബിയിൽ എനിക്ക് ഒരു ജോലിയുണ്ട്, കുഴപ്പമില്ല, പോകുന്നത് പോലെ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്ന സമയത്ത് എനിക്ക് അബുദാബിയിൽ ഡയറക്റ്റായിട്ട് ഒരു കാനഡയുടെ ഒരു പ്രൊവിൻസ് ഡയറക്റ്റായിട്ട് വന്നൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തു. ഒരു ദിവസം അവധി എടുത്ത് ഞാൻ പോയി അത് അറ്റൻഡ് ചെയ്തു. എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയതിന് ശേഷം ഞാൻ പോയി IELTS എഴുതി. ആ IELTSന് ഒരിക്കലും എനിക്ക് IELTS സ്പീക്കിംഗ് ഒരിക്കലും 6.5 കഴിയില്ലായിരുന്നു. ബാക്കി എല്ലാത്തിനും നല്ല സ്കോർ ഉണ്ടാവും, സ്പീക്കിംഗ് 6.5 കഴിയില്ലായിരുന്നു. പക്ഷേ അതിന് എനിക്ക് സ്പീക്കിംഗ് 7 ബാക്കി എല്ലാത്തിനും നല്ല സ്കോറോടുകൂടെ ഓവറോൾ നല്ല സ്കോറോടുകൂടെ എനിക്ക് IELTS ക്രാക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷം പിന്നീട് എനിക്ക് പോലും വിശ്വസിക്കാനാവാത്ത വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു. അതായത് ഇവിടുത്തെ ഒരു ഉടമ്പടി അതെനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് വെച്ചതെന്ന്. എൻ്റെ കുഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമായിട്ട് ഞാൻ വെച്ചു, ദൈവമേ നീ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എനിക്ക് ജോലിക്ക് പോകുമ്പോൾ അവിടെ ഒരു ലൈസൻസോടുകൂടെ പോകാൻ സാധിക്കണേ എന്നൊരു നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തർത്ഥത്തിലാണ് വെച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ കാനഡയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പം NNAS സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അതിലൊരു തെറ്റ് വരുത്തി. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടാൻ പാടായതുകൊണ്ട് RNനും LPNനും ലൈസൻസ് പ്രാക്ടീസ് നഴ്സും രജിസ്റ്റേർഡ് നഴ്സും എല്ലാവരും കൊടുക്കുന്ന പോലെ ഞാൻ 2ഉം വെച്ചു. പക്ഷേ ബൈ മിസ്റ്റേക്ക് എനിക്കൊരു എറർ പറ്റി. ഫസ്റ്റ് പ്രൈമറി ആയിട്ട് ഞാൻ LPN വെച്ചു, സെക്കൻഡറി ആയിട്ട് RN വെച്ചു. അപ്പോൾ അതൊന്ന് തിരുത്താൻ പറ്റാഞ്ഞത് കൊണ്ട് അന്ന് ഇൻ്റർവ്യൂവിന് ഞാൻ പരിചയപ്പെട്ട ആ പ്രൊവിൻസിലെ ഒരു പുള്ളിക്ക് ഞാൻ ഇമെയിൽ അയച്ചു, സാർ ഇങ്ങനൊരു എറർ എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയെന്ന് പറഞ്ഞ് ഞാനൊരു മെയിൽ അയച്ചു. അതിനുശേഷം ആ എറർ സോൾവ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത്ഭുതകരമായിട്ട് ആ മാതാവ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊവിൻസിലേക്ക് ഞാനൊരു നേഴ്സായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രൊവിൻസ് ആ NNS എൻ്റെ ലൈസൻസിന് ഞാൻ മുടക്കിയ പൈസ അവരെനിക്ക് റീഫണ്ട് ചെയ്ത് തന്നു. അറൗണ്ട് 3000 CAD അതിൻ്റെ
പ്രൈസ് അതിൻ്റെ കോസ്റ്റ് അവരെനിക്കത് റീഫണ്ട് ചെയ്ത് തന്നു. ഇന്ന് ഞാൻ കാനഡയിൽ എത്തിയിട്ടില്ല. ഞാൻ അവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൊടുത്ത ആ പൈസ എനിക്ക് അവർ റീഫണ്ട് ചെയ്തു തന്നു. ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ്, ഞാൻ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ അത് റീഫണ്ട് ചെയ്തു. അത് എൻ്റെ ജീവിതത്തിൽ മാതാവ് പ്രവർത്തിച്ച വലിയൊരു അത്ഭുതമാണ്. പിന്നെ അതിനുശേഷം ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ ഇങ്ങനെ നാട്ടിലേക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട്, ഈ വെക്കേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതല്ല, എമർജൻസി ആയിട്ട് പെട്ടെന്ന് ഈ വെക്കേഷൻ ഞങ്ങൾ വരേണ്ട സമയത്ത് ഞാൻ ആലപ്പുഴക്കാരത്തിയാണ്, തത്തമ്പള്ളി സെൻറ്റ് മൈക്കിൾസ് ഇടവാംഗമാണ്. അപ്പോൾ ഇതിൽ പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കറിയാം ഈ വെക്കേഷൻ നീ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പം തിരിച്ച് പോകുമ്പോഴത്തേക്ക് ഞാൻ PNBക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ സാക്ഷ്യം വന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വരുമ്പോൾ എനിക്ക് PNBയും കൂടെ തരണേ അമ്മ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയപ്പം ഇവിടെ വന്ന് ജസ്റ്റ് മാതാവിനെ ഒന്ന് കുഞ്ഞിനെയും കാണിച്ച് ഞാൻ പോയി. കാരണം ഇവിടെ അന്നത്തെ ദിവസം സാക്ഷ്യം പറയാനായിട്ടുള്ള സൗകര്യം ഇല്ലായിരുന്നതുകൊണ്ട്, കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമ്പം 2 ദിവസം മുമ്പ് എനിക്ക് PNB കിട്ടി. 2 ബൈ വീക്കിലി, കാനഡയുടെ പ്രോസസ്സിങ് അറിയാവുന്നവർക്കറിയാം, ബൈ വീക്കിലിയാണ് കാനഡയ്ക്ക് അവർ എക്സ്പ്രസ് എൻട്രി ഡ്രോ കണ്ടക്ട് ചെയ്യാറ്. ലാസ്റ്റ് നൈറ്റ് ഇന്ന് ഞാനിവിടെ വരുമെന്ന് ഓൾറെഡി പ്ലാൻഡ് ആണ്. ഇന്നലെ രാത്രിയിൽ അവരൊരു ഡ്രോ കണ്ടക്ട് ചെയ്തു. സർപ്രൈസ് ഡ്രോ ആയിരുന്നു. ശരിക്കും അടുത്ത ഡ്രോ വരേണ്ട മാർച്ച് 29 ആണ്. ഞാൻ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം വരുള്ളൂ. പക്ഷേ ഇന്നലെ എനിക്ക് വേണ്ടിയിട്ട് മാതാവ് ഒരു ഡ്രോ കണ്ടക്ട് ചെയ്തു. ആ ഡ്രോയിൽ എനിക്ക് ITAയും കിട്ടി. അങ്ങനെ മാതാവിനോട് ഞാൻ PNB ചോദിച്ചപ്പോൾ മാതാവ് എനിക്ക് ITAയും തന്ന് കാനഡയുടെ പ്രോസസ്സിങ്ങിൻ്റെ ഏറ്റവും തുമ്പത്ത് വരെ എന്നെ മാതാവ് കൊണ്ടെത്തിച്ച് നടത്തിയിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാവരും നന്നായി പ്രാർത്ഥനയിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ കുഞ്ഞ് 5 വയസ്സായെങ്കിൽ ഇവൻ പ്രാർത്ഥന അങ്ങനെ നന്നായി പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അന്ന് പ്രാർത്ഥന ഭയങ്കര പിരിപിരിപ്പാണ്, പ്രാർത്ഥനയും നല്ല അലമ്പാണ്. അപ്പം ഞങ്ങൾ കുരിശ് വരയ്ക്കാൻ എല്ലാ ദിവസവും ഈ കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ തുടങ്ങിയപ്പം എൻ്റെ കുഞ്ഞിന് വെള്ളം പോലെ വിശ്വാസ പ്രമാണവും അവിടുത്തെ ഇതാണ്, ഇവിടെ ഇപ്പം നന്നായി വിശ്വാസ പ്രമാണവും കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥന എല്ലാം അറിയാം. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഈ ക്ലിയർ ട്രിപ്പിൽ ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നേരം ഞാൻ ക്ലിയർ ട്രിപ്പ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അബുദാബി ടു കൊച്ചി ബുക്ക് ചെയ്യുന്നതിന് പകരം ഞാൻ കൊച്ചി ടു അബുദാബി 4 ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ എടുത്തു. ക്യാഷ് പേ ചെയ്തു. ടിക്കറ്റ് റിസീവ് ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഓപ്പോസിറ്റാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ വരേണ്ട അന്നത്തേത് ഞാൻ അബുദാബിയിൽ നിന്ന് വരേണ്ടതിന് പകരം കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്കും അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുമാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതായപ്പോൾ എൻ്റെ കുഞ്ഞിന് മനസ്സിലായി എൻ്റെ ഭാഗത്തുനിന്ന് എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലായി. ഇവൻ വേഗം പോയി അമ്മേ മാതാവേ എന്ന് പറഞ്ഞ് ആ ഫ്രണ്ടിൽ പോയി നിന്ന് പ്രതിഷേധ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്തോ തെറ്റുപറ്റി, എന്ത് ചെയ്യണം. ഞാൻ വേഗം പോയി ഉടമ്പടി കാശ് രൂപ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ക്ലിയർ ട്രിപ്പിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഫ്ലെക്സി ഫ്ലൈ കൊടുക്കാതെ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ ക്യാഷ് ഒരിക്കലും റീഫണ്ട് ചെയ്ത് കിട്ടാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു മോർ ദാൻ 1 lakh ഉണ്ട്, ആ പൈസ പോത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു എനിവേ ഹാഫ് പൈസ ചിലപ്പോൾ കിട്ടിയേക്കും, ബാക്കി കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇൻഡിഗോയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് അബുദാബിയിൽ നിന്ന് ഇൻഡിഗോയിലേക്ക്, നമ്മുടെ നാട്ടിലത്തെ കസ്റ്റമർ കെയർ സെൻറ്ററിലേക്ക് വിളിച്ചു. എനിക്കറിയില്ല അതെങ്ങനെ സംഭവിച്ചതെന്ന്. ആ പുള്ളി എന്നോട് പറഞ്ഞു, ഓക്കെ അങ്ങനെ സംഭവിച്ചില്ല, ശരി ഒരു കാര്യം ചെയ്യും, ഞാൻ വേറൊരു ടിക്കറ്റ് വേഗം ബുക്ക് ചെയ്തിട്ട് ആ ടിക്കറ്റിൻ്റെ PNR നമ്പർ അയച്ച് തരിക, ഹാഫ് ആൻ അവറിനുള്ളിൽ ചെയ്ത് തരുവാണെങ്കിൽ പുള്ളിക്കാരൻ അത് മാറ്റി തരാമെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം ശരിക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. ഞാൻ ചോദിച്ചു, ഓക്കെ ഒരു ഹാഫ് ആൻ അവറിന് ശേഷം എന്നെ ഒന്ന് വിളിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി ഇൻഡിഗോയുടെ കസ്റ്റമർ കെയറുകാരൻ എന്നെ അബുദാബിയിലേക്ക് ISD കോള് വിളിച്ച് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ആ ടിക്കറ്റ് മാറ്റി തന്നു. എനിക്കത് ഇപ്പോഴും എങ്ങനെയാണ് നടന്നതെന്ന് അറിയില്ല. എനിക്ക് പോലും വിശ്വസിക്കാനാവാത്ത കാര്യമാണ്. തിരിച്ച് അതായത് അബുദാബി ടു കൊച്ചിയും ആക്കി തന്നു, കൊച്ചി ടു അബുദാബി ആക്കി തന്നു. എനിക്ക് ഒരു 2000 2000 നഷ്ടത്തോടുകൂടെ മോർ ദാൻ 1 lakh ഉണ്ടായിരുന്ന സ്ഥാനത്ത് അതും എൻ്റെ ജീവിതത്തിൽ മാതാവ് പ്രവർത്തിച്ചൊരു കാര്യമാണ്. ഇങ്ങനെ പിന്നെ ഉടമ്പടി, പിന്നെ ഒരു എടുത്തു പറയേണ്ട കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് എല്ലാ ദിവസവും ഞാൻ കുളിപ്പിക്കുമ്പോഴത്തേക്ക് ഉടമ്പടിയുടെ തൈലം പൂശിയാണ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എല്ലാ ദിവസവും കുഞ്ഞിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പനി ഉണ്ടാകുമ്പോഴും ജലദോഷം എന്തുണ്ടെങ്കിലും ഇവിടുത്തെ തേനാണ് കുഞ്ഞിന് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഉടമ്പടിയുടെ 1ാമത്തെ നിയോഗം ഫിറ്റ്സ് വരരുതെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ കുഞ്ഞിന് EG എടുത്തു. ഈ ഒരു കൊല്ലക്കാലം 39.6 ഫീവർ ഉണ്ടായിട്ടും മോർ ദാൻ 1 hour ആ ഫീവർ നിന്നിട്ട് പോലും എൻ്റെ കുഞ്ഞിന് ഒരു എപ്പിസോഡ് ഓഫ് ഫിറ്റ്സ് പോലും വന്നിട്ടില്ല. അങ്ങനെ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ എൻ്റെ ജീവിതത്തെ അമ്മ വെട്ടി ഒരുക്കി. അതായത് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെയും എൻ്റെ ആത്മീയ ജീവിതത്തെയും അമ്മ വെട്ടി ഒരുക്കി. പക്ഷെ ആ വെട്ടി ഒരുക്കുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന വേദനകളിൽ അമ്മ ഒരു മേഘത്തണൽ പോലെ എൻ്റെ കൂടെ നടന്നു. അതിനുശേഷം ഇന്ന് ഈ ഒരു കുറച്ച് കാലം, അതായത് ആദ്യം എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന കണക്ക് എല്ലാവരും പറയുന്ന കണക്ക് എനിക്ക് എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ വളരെയധികം സങ്കടമാണ്. മാതാവ് എല്ലാവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എന്താ ഒന്നും നടക്കാതെ. പക്ഷേ ആദ്യം എൻ്റെ ആത്മീയ ജീവിതത്തെ അമ്മ വെട്ടിയൊരുക്കി എനിക്ക് സംരക്ഷണം തന്ന് എൻ്റെ ജീവിതത്തിൽ അമ്മ അടയാളങ്ങൾ കൊണ്ട് എൻ്റെ ഉടമ്പടി സ്ഥിരീകരിച്ചു. ഇന്ന് അമ്മയുടെ ഈ കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ സാക്ഷിയാ സാധിച്ചതിൽ ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു.